മാക്സിമം വാല്യൂ ഓഫ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ ഓഫ് എയ്തർ 2 or 3 വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? DUF, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f in the direction of the unit vector u. നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്ന ആ ലിമിറ്റായിട്ടാണ് ഡിഫൈൻ ചെയ്തത്. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തിയറി ഉപയോഗിച്ചിരുന്നു. അതനുസരിച്ച് DUF ഈക്വൽ ടു ∇f ഡോട്ട് യു ആയിരുന്നു. ഗ്രേഡിയൻറ്റ് വെക്ടറിൻ്റെയും ഈ യൂണിറ്റ് വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ നമ്മളതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്നായിരുന്നു നമ്മൾ എ ഡോട്ട് ബി ഡിഫൈൻ ചെയ്തിരുന്നത്. ഇതിൽ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയുടെയും ബിയുടെയും എയും ബിയും രണ്ട് വെക്ടറാണ്. എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ∇f ഡോട്ട് യുവിനെയും അതുപയോഗിച്ച് നമുക്ക് എന്തെഴുതാം? മോഡുലസ് ഓഫ് ∇f ഇൻറ്റു മോഡുലസ് ഓഫ് യു ഇൻറ്റു കോസ് ഫൈ, വേർ ഫൈ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ∇f ആൻഡ് യു. ഇനി നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തപ്പം അവിടെ യു എന്തായിരുന്നു? യൂണിറ്റ് വെക്റ്റർ അല്ലേ? യു എന്ന് പറയുന്ന ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് തന്നെ യുവിൻ്റെ മോഡുലസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് എഴുതാം? മോഡുലസ് ഓഫ് ∇f ഇൻറ്റു കോസ് ഫൈ. നമുക്ക് കിട്ടിയ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് DUF ഈക്വൽ ടു മോഡുലസ് ഓഫ് ∇f ഇൻറ്റു കോസ് ഫൈ എന്ന് കിട്ടി. നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു ∇f ഇൻറ്റു കോസ് ഫൈ ആണ്. അപ്പോൾ ഇതെപ്പോഴാണ് മാക്സിമം ആവുന്നത് എന്ന് നോക്കിയാൽ മതി. ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് ഈ ∇f ഇൻറ്റു കോസ് ഫൈ എപ്പോഴാണ് മാക്സിമം ആവുന്നത് എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം കോസ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ, കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആയിരിക്കും, മിനിമം വാല്യൂ -1 ആയിരിക്കും. -1ൻ്റെയും അതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ -1ൻ്റെയും 1ൻ്റെ ഇടയിലായിട്ടായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോസ് ഫൈയുടെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. ഇനി നമ്മൾ ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഇനീക്വാളിറ്റിയെ ത്രൂ ഔട്ട് മോഡുലസ് ഓഫ് ∇f കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് മോഡുലസ് ഓഫ് ∇f ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ∇f കോസ് ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ∇f എന്ന് കിട്ടി. ഇനി എന്താണ് ഈ മിഡിലിൽ വരുന്നത്? എന്താണ്? മോഡുലസ് ഓഫ് ∇f ഇൻറ്റു കോസ് ഫൈ. അതാണ് നമ്മളുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് മോഡുലസ് ഓഫ് ∇f ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ∇f എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം ആയിട്ട് വരുന്ന വാല്യൂ മോഡുലസ് ഓഫ് ∇fഉം മിനിമം ആയിട്ട് വരുന്ന വാല്യൂ മൈനസ് മോഡുലസ് ഓഫ് ∇fഉമാണ്. ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ 2 or more വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ∇fഉം മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് ഓഫ് ∇fഉമാണ്. ഓക്കെ, അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ DUF ഈക്വൽ ടു മോഡുലസ് ഓഫ് ∇f കോസ് ഫൈ ആയിരുന്നു. അപ്പോൾ ഇത് മാക്സിമം ആവുന്നത്
ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്നും മിനിമം വാല്യൂ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്നും പറഞ്ഞു. അപ്പോൾ ഇത് മാക്സിമം ആവണമെങ്കിൽ ഡെൽ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് ഫൈ മാക്സിമം ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് ഡെൽ എഫ് ആ കോസ് ഫൈ എന്ന് പറയുന്നത് എപ്പോഴാണ് മാക്സിമം ആവുന്നത് നോക്കിയാൽ മതി. കോസ് ഫൈയുടെ മാക്സിമം വാല്യൂ 1 ആണ് അല്ലേ? അത് 1 ആകണമെങ്കിൽ ഫൈ എത്രയാകണം? ആംഗിള് 0 ആകണം അല്ലേ? അപ്പോൾ മാക്സിമം വാല്യൂ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആകുമ്പോൾ അവിടെ ആംഗിള് ഈ ഫൈ എന്ന് പറയുന്ന ആംഗിള് 0 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ യു എന്ന് പറയുന്ന വെക്ടറിൻ്റെയും ഡെൽ എഫിൻ്റെയും ഇടയിലുള്ള ആംഗിളായിരുന്നു ഫൈ എന്ന് പറഞ്ഞെടുത്തത്. അപ്പോൾ അത് 0 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡെൽ എഫ് എങ്കിലാണ് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ ഉണ്ടാകുന്നത്. യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡെൽ എഫിൻ്റെയും ഡയറക്ഷൻ എങ്കിലാണ് ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ ഉണ്ടാകുന്നത്. ഇനി മിനിമം വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. മിനിമം വാല്യൂ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് ഫൈയിൽ കോസ് ഫൈയുടെ വാല്യൂ -1 ആകണം. കോസ് ഫൈയുടെ വാല്യൂ -1 ആകണമെന്ന് പറഞ്ഞാൽ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? പൈ അല്ലേ? ആംഗിള് കോസ് പൈ ആകുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? നമുക്ക് -1 എന്ന് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ മിനിമം വാല്യൂ ആണെങ്കിൽ യു എന്ന് പറയുന്ന വെക്ടറും ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറും തമ്മിലുള്ള ആ ഒരു ആംഗിള് 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ ആകുമ്പോഴാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മിനിമം വാല്യൂ വരുന്നത്. 180 ഡിഗ്രി രണ്ട് വെക്ടേഴ്സാണ് ഡെൽ എഫും യു എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്: യു എന്ന് പറയുന്ന വെക്ടറും ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ യുവും ഡെൽ എഫും യുവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോഴാണ് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മിനിമം വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഡെൽ എഫും യുവും സെയിം ഡയറക്ഷനിലാണെങ്കിലാണ് എന്ത് വരുന്നത്? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. സെയിം ഡയറക്ഷനിലാകുമ്പോഴാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഈ മാക്സിമം വാല്യൂവിന് ആണ് മോഡുലസ് ഓഫ് ഡെൽ എഫ്, മിനിമം വാല്യൂ ആണ് മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കേസ് കണ്ടു. ഇതിൻ്റെ ആംഗിള് 180 ആകുന്ന കേസും അതുപോലെ തന്നെ ആംഗിള് 0 ആവുന്ന കേസ്. ഇനി ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിലോ? ഡെൽ എഫിൻ്റെയും യുവിൻ്റെയും ഇടയിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡി യു എഫ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് 19 എന്ന് കിട്ടും. കോസ് 19 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി യു എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആകുന്നത് ഈ ഡെൽ എഫിൻ്റെയും യുവിൻ്റെയും ഇടയിലുള്ള ആംഗിള് π/2 ആകുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ടും ഓർത്തോഗണൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഗ്രേഡിയൻറ്റ് വെക്ടറാണ്. അതുപോലെ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ, ഈ യൂണിറ്റ് വെക്ടറും ഗ്രേഡിയൻറ്റ് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ അവിടുത്തെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, the maximum value of the directional derivative is modulus of del f and it occurs when u has the same direction as del f. സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിള് എത്രയായിരിക്കും? അത് തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. The minimum value of the directional derivative is minus modulus of del f and it occurs when u and del f have opposite direction. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് അവിടുത്തെ ആംഗിൾ വരുന്നത് 180 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ആംഗിൾ. അപ്പോൾ ഇതാണ് ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ ആണ് മോഡുലസ് ഓഫ് ഡെൽ എഫ്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഒരു ഡെറിവേറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. ആ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുമ്പോഴാണ് ഒരു ഡെറിവേറ്റീവിന് മാക്സിമം. ആക്ച്വലി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊരു സ്ലോപ്പാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്ലോപ്പ് മാക്സിമത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം അറ്റ് ഈച്ച് പോയിന്റ് പി ഇൻ ഇറ്റ്സ് ഡൊമൈൻ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് വെക്ടർ അറ്റ് പി ആൻഡ് ദ ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. അതായത് മാക്സിമം വാല്യൂ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്.
അപ്പോൾ ഒരു ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഒരു ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ആ സ്ലോപ്പിന് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് വെക്റ്റർ. അപ്പോൾ മാക്സിമം വാല്യൂ ആവണമെങ്കിൽ ഈ ഒരു ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം എന്ത് എഫ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ആണെങ്കിൽ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻറ്റ് വെക്റ്റർ അറ്റ് പി ആൻഡ് ദ ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. അറ്റ് ഈച്ച് പോയിന്റ് പി ഇൻ ഇറ്റ്സ് ഡൊമൈൻ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഗ്രേഡിയൻറ്റ് വെക്റ്റർ അറ്റ് പി ആൻഡ് ദ ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ്. അതായത് ഡയറക്ഷൻ ആ ഡെറിവേറ്റീവിന് മിനിമം വാല്യൂ വരുമ്പോൾ ആ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യായിരിക്കും. മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസസ് ആയിരിക്കും. എന്തിൻ്റെ ഡയറക്ഷനിലായിരിക്കും? ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും? മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യും. ആൻഡ് ആ ഒരു പോയിന്റിൽ പി എന്ന് പറയുന്ന ആ പോയിന്റിൽ ആ ഡെറിവേറ്റീവിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. ഇത്രയുള്ള കാര്യം. ഒരു ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ ആ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് സ്ലോപ്പ്, മാക്സിമം ഡയറക്ഷൻ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പിൻ്റെ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാലും മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മിനിമം സ്ലോപ്പ്, മിനിമം റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോഡുലസ് ഓഫ് ഡെൽ എഫും മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫും തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച്. ഇപ്പം ഡയറക്ഷൻ ഓഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് എന്ന് പറഞ്ഞു, ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് എന്ന് പറഞ്ഞു ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസ് ചെയ്യുന്നൊരു ഡയറക്ഷനുണ്ട്, ഡിക്രീസ് ചെയ്യുന്നൊരു ഡയറക്ഷനുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച്. ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഡെൽ എഫും യുവും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓർത്തോഗണൽ ആണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുന്നത് സീറോ ആയിരുന്നു. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല അല്ലേ. അതായത് യു എന്ന് പറയുന്നത് ഡെൽ എഫിന് ഓർത്തോഗണൽ ആകുമ്പോൾ അവിടുത്തെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. അപ്പോൾ ദസ് അറ്റ് ഈച്ച് പോയിന്റ് പി ഇൻ ഇറ്റ്സ് ഡൊമൈൻ ദ ഡയറക്ഷൻ ഓർത്തോഗണൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ഈസ് എ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ്. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള ഏത് പോയിന്റ് പിയിലും എന്താണ് ഡയറക്ഷൻ ഓർത്തോഗണൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ്. ഏത് പോയിന്റ് പിയിലും നമ്മൾ ഡെൽ എഫ് ഓഫ് പി കമ്പ്യൂട്ട് ചെയ്തു, അതിന് ഓർത്തോഗണൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനാണ് ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽ എഫ് ഓഫ് പിക്ക് ഓർത്തോഗണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച്. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4x³ y. Find the maximum value of a directional derivative at -1, 1 and find the unit vector in which the maximum value occurs. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ദി പോയിന്റ് -1, 1 ആൻഡ് ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഡെൽ എഫ് കണ്ടുപിടിക്കണം. ഡെൽ എഫ് എങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. ഇതിൽ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12x² y എന്നും ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4x³ എന്നുമാണ്. അപ്പം 4x³ j വരും.
ഇനി del f at the point -1 1 equal to 12i -4j എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ മാക്സിമം വാല്യൂ ഓഫ് എ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ എന്താണ് വരിക? മാക്സിമം വാല്യൂ വരുന്നത് മോഡുലസ് ഓഫ് del f അറ്റ് പോയിൻറ്റ് -1 1. ഇതാണ് മാക്സിമം വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു വെക്റ്ററിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ച് എന്ത് വരും? √12² + 4² വിച്ച് ഈസ് ഈക്വൽ ടു √160 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 4√10. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറ്റ് -1 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് 4√10 ആണ്. അപ്പം ആ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടി. ആൻഡ് ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഒക്കേഴ്സ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഒക്കേഴ്സ്. നമുക്ക് del f എന്ന് പറയുന്ന ഈ ഒരു വെക്റ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ 4√10 ആണ്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് del f by mod del f ആണ്. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ del f by mod del f ആണ്. del f by mod del f ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12i - 4j ഡിവൈഡഡ് ബൈ 4√10 which is equal to 3/√10i minus 1/√10j. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാക്സിമം വാല്യൂ. ഇനി നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ വരുന്നത് -del f ഡിവൈഡഡ് ബൈ മോഡ് del f ആണ്. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ del f ഡിവൈഡഡ് ബൈ മോഡ് del f ഉം യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ del f ഡിവൈഡഡ് ബൈ മോഡ് del f ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂയും മിനിമം വാല്യൂയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, find the direction in which f of xy equal to x² plus xy plus y² increases most rapidly and decreases most rapidly at the point 1 1. What are the directions of zero change in f at 1 1? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനും മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ചുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? del fൻ്റെ അതേ ഡയറക്ഷൻ. അതേപോലെ തന്നെ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ -del fൻ്റെ അതേ ഡയറക്ഷൻ. അപ്പം del fൻ്റെ അതേ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്ററും -del fൻ്റെ അതേ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്ററും നമ്മൾ കണ്ടുപിടിച്ചാൽ അതായിരിക്കും എന്ത്? ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ആൻഡ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ട് ആർ ദി ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? del fുമായിട്ട് സീറോ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു del fും ആ യൂണിറ്റ് വെക്റ്ററും ആ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ വരുന്ന ആ ഒരു യൂണിറ്റ് വെക്റ്റർ നമ്മൾ കണ്ടുപിടിച്ചാൽ അതായിരിക്കും എന്ത്? ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് del fന് ഓർത്തോഗണലായിട്ടുള്ളൊരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അല്ലെങ്കിൽ ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ del f ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ del f എന്ന് പറഞ്ഞാൽ ∂f/∂x i + ∂f/∂y j ആണ്. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 2x + y. ∂f/∂x എന്ന് പറഞ്ഞാൽ 2x + y i + 2y + അല്ലെങ്കിൽ x + 2y j എന്ന് കിട്ടി. ഇനി del f at the point 1 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3i + 3j കിട്ടി. 3i + സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3i + 3j എന്ന് കിട്ടി. ഇനി ഡയറക്ഷനാണ് വേണ്ടത്. ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് f of xy
ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ആ ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് നമുക്കപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ കിട്ടും. ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മോഡ് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3² പ്ലസ് മോഡ് ഡെൽ എഫ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3² പ്ലസ് 3² വിച്ച് ഈസ് ഈക്വൽ ടു 3√2. അപ്പോൾ എഫ് ഇൻക്രീസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു 3i പ്ലസ് 3j ഡിവൈഡഡ് ബൈ 3√2, അതായത് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 1/√2i പ്ലസ് 1/√2j. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ്, ഇതാണ് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ. അതായത് ഡെൽ എഫിൻ്റെ അതേ ഡയറക്ഷനിലാണ്, പക്ഷേ നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ ഡെൽ എഫിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ഈ ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും? മൈനസ് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ആണ്. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇപ്പോൾ കിട്ടിയ യുവിൻ്റെ മൈനസ് ആയിരിക്കും, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക. അപ്പോൾ മൈനസ് യു വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/√2i മൈനസ് 1/√2j. ഇതായിരിക്കും എന്ത് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? വാട്ട് ആർ ദി ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ് അറ്റ് 1, 1? എഫിന് സീറോ ചേഞ്ച് ഉള്ള ഡയറക്ഷൻ ഏതാണ്? അറ്റ് 1, 1 എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, അപ്പോൾ സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ഡെൽ എഫും ആ ഒരു ഡെൽ എഫിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു യൂണിറ്റ് വെക്ടർ ആ ഒരു ഡയറക്ഷൻ വരുമ്പോഴാണ് അവിടെ സീറോ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് വെക്ടർ യു എന്ന് പറയുന്ന ഒരു വെക്ടർ യു ഈക്വൽ ടു ai പ്ലസ് bj എന്ന് പറയുന്ന വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഡെൽ എഫിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡെൽ എഫ് ഡോട്ട് ai പ്ലസ് bj ഈക്വൽ ടു 0 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ഡെൽ എഫ് എന്തായിരുന്നു? 3i പ്ലസ് 3j ആണ് ഡെൽ എഫ്. അപ്പോൾ 3i പ്ലസ് 3j ഡോട്ട് ai പ്ലസ് bj ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം 3a പ്ലസ് 3b ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ആർബിട്രറി ആയിട്ട് എയ്ക്കും ബിക്കും ഏതെങ്കിലും രണ്ട് എയ്ക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ a ഈക്വൽ ടു -1 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് b ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്ന വെക്റ്റർ കിട്ടിയത് ഏതാണ്? ai പ്ലസ് bj ആയിരുന്നു. അപ്പോൾ -i പ്ലസ് j ആണ് യു എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് ആണ്. ഇത് നമുക്കൊരു വെക്റ്റർ കിട്ടി, പക്ഷേ ഇത് യൂണിറ്റ് വെക്റ്റർ അല്ല. അപ്പോൾ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്ററാണ് വേണ്ടത്, അല്ലെങ്കിൽ ഡെൽ എഫിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്ററാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വെക്റ്ററിനെ യൂണിറ്റ് വെക്റ്ററാക്കാൻ വേണ്ടി ഇതിൻ്റെ മോഡുലസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് നമുക്ക് വരുന്നത് റൂട്ട് ഓഫ് 1² പ്ലസ് 1² ആണ് വിച്ച് ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടി. അപ്പോൾ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് നമുക്ക് വരുന്നത് എന്താണ്? u1 എന്ന് വിളിച്ച് u1 ഈക്വൽ ടു -i പ്ലസ് j ഡിവൈഡഡ് ബൈ √2 വിച്ച് ഈസ് ഈക്വൽ ടു -1/√2i പ്ലസ് 1/√2j. ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ചിൽ നമുക്ക് ഈ u1 എന്ന് പറയുന്ന ഒരു വെക്റ്റർ കിട്ടി. പക്ഷേ ഇപ്പം ഡെൽ എഫ് എന്ന് പറയുന്നത് ഇതാണ് ഡെൽ എഫ് എന്ന് പറയുന്ന വെക്റ്റർ എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കിപ്പോൾ u1 എന്ന് പറയുന്ന ഒരു വെക്റ്റർ കിട്ടി. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് എടുത്താലും ആ വെക്റ്ററിൻ്റെ നെഗറ്റീവ് എടുത്താലും ഈ ഡെൽ എഫിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ ഏത് വെക്റ്റർ എടുത്താലും അല്ലേ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഡെൽ എഫ് ആണ്. അപ്പോൾ ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ നെഗറ്റീവ് എടുത്താലും അതും ഡെൽ എഫിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അടുത്ത വെക്റ്റർ വരുന്നത് ഡയറക്ഷൻ വരുന്നത് ഏതാണ്? ഇതിൻ്റെ നെഗറ്റീവ്, ഇപ്പോൾ കിട്ടിയ u1ൻ്റെ നെഗറ്റീവാണ്. അതായത് 1/√2i മൈനസ് 1/√2
ജെ. അപ്പോൾ ഇതാണ് ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് വരുന്നത് U1ഉം U2ഉം എന്ന് പറയുന്ന ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡയറക്ഷനാണ് ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ അതെന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ആണ്. എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡ് ഡെൽ എഫ് ആണ്. ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽ എഫുമായിട്ട് പെർപെൻഡിക്കുലർ ആവുന്ന അല്ലെങ്കിൽ ഓർത്തോഗണൽ ആവുന്ന ഒരു വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കുക. ആ വെക്റ്ററിൻ്റെ മൈനസും കൂടെ വരും, ആ വെക്റ്ററിൻ്റെ നെഗറ്റീവും കൂടെ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ ഇൻ എ റെക്റ്റാങ്കുലർ ബോക്സ് ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 2 മൈനസ് വൈ ഇൻറ്റു 3 മൈനസ് സെഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. If a mosquito is located at -2 1/2 1 1, in which direction should it fly to cool off as rapidly as possible? ഈ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു റെക്റ്റാങ്കുലർ ബോക്സിലെ ടെമ്പറേച്ചർ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റെക്റ്റാങ്കുലർ ബോക്സിലെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ട്, അതിലെ ടെമ്പറേച്ചർ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ളത്. 1/2 1 ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്, 1/2 1 ഈ ഒരു പോയിന്റിൽ ഒരു മൊസ്കിറ്റോ ഉണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോയാലാണ് ഈ ഒരു മൊസ്കിറ്റോയ്ക്ക് എന്തൊന്ന് കൂളാവാൻ പറ്റുക, അല്ലെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒന്ന് മാക്സിമം ഡിക്രീസ് ചെയ്യാൻ പറ്റുന്ന ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൂളാവുക എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മാക്സിമം അല്ലെങ്കിൽ റാപ്പിഡായിട്ട് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റാപ്പിഡായിട്ട് ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ് ദി പോയിൻറ്റ് 1/2 1 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ -1/2 അല്ല 1/2 1 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ -del(t) ഡിവൈഡഡ് ബൈ മോഡ് ടി അല്ലേ, അല്ലെങ്കിൽ -del(t) ഡിവൈഡഡ് ബൈ മോഡ് ടി എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത്, മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. ഇപ്പോൾ -del(t) നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്താൽ മതി, del(t) എന്ന് പറയുമ്പം എങ്ങനെ കണ്ടുപിടിക്കാം, (t ബൈ (x(i) പ്ലസ് (t ബൈ (y) j പ്ലസ് (t ബൈ (z) k എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ, കുറേ വേരിയബിൾസിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് റൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറ്റ് ദി പോയിൻറ്റ് 1/2 1 1 ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അത് കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0i പ്ലസ് 0j പ്ലസ് 1/4 k എന്നാണ് നമുക്ക് കിട്ടി. del(t) ഗ്രേഡിയൻറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/4 k ആണെന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് ഡയറക്ഷൻ ഓഫ് മോസ്റ്റ് റാപ്പിഡ് ഡിക്രീസ് ഓഫ് ടി ആണ് കണ്ടുപിടിക്കുന്നത്. ടെമ്പറേച്ചർ മാക്സിമം നമുക്ക് എന്താണ് കുറഞ്ഞു വരുന്ന ആ ഒരു ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ -del(t) ആണല്ലേ, -del(t) ആ ഡയറക്ഷനിലാണ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ -1/4 k ഇതായിരിക്കും ആ ഒരു ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്താലാണ് എന്ത് സംഭവിക്കുന്നത്, അവിടുത്തെ അല്ലെങ്കിൽ ആ മോസ്കിറ്റോയ്ക്ക് ഒന്ന് കൂളാവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ ആ ടെമ്പറേച്ചർ ഒന്ന് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ -1/4 k എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ ഏതാണ്? ഓക്കെ, ഇതിപ്പം XYZ ആക്സിസ് ആണെങ്കിൽ ഇത് Z ആക്സിസ്, ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ് ആണെങ്കിൽ k എന്ന് പറഞ്ഞാൽ Z ആക്സിസിൻ്റെ ഡയറക്ഷനുള്ളൊരു യൂണിറ്റ് വെക്റ്ററാണ്. അപ്പോൾ -k എന്ന് പറഞ്ഞാൽ Z ആക്സിസിൻ്റെ ഡയറക്ഷനിലുള്ളൊരു യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. അപ്പം നമുക്കിവിടെ കിട്ടിയത് -del(t) എന്ന് പറഞ്ഞാൽ -1/4 k എന്നാണ് നമുക്ക് കിട്ടിയത്. -1/4 k എന്ന് പറഞ്ഞാൽ
മൈനസ് സെഡ് ആക്സിസ് അല്ലേ, മൈനസ് അതായത് താഴേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മൈനസ് സെഡ് ആക്സിസിൻ്റെ അല്ലെങ്കിൽ സെഡ് ആക്സിസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആ ബോക്സിൻ്റെ ഏറ്റവും താഴേക്ക് അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ഫ്ലൈ ടുവാർഡ്സ് ദ ഫ്ലോർ ഓഫ് ദി ബോക്സ്. അങ്ങോട്ട് ആ ബോക്സിൻ്റെ ഫ്ലോറിൻ്റെ ആ ഡയറക്ഷനിലേക്ക് ഫ്ലൈ ചെയ്താൽ മാത്രമേ അവിടുത്തെ ടെമ്പറേച്ചർ മാക്സിമം ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഈ കെ എന്ന് പറയുന്ന -1/4 കെ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ആൻഡ് സീറോ ചേഞ്ച് ഇൻ ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് മാക്സിമം വാല്യൂ അത് തന്നെയാണ്, ആ ഡയറക്ഷൻ തന്നെയാണ് എന്ത് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത്. മിനിമം വാല്യൂ -∇f ഡയറക്ഷനിലാണ് എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.